ലൈവിൽ ഒനിലും അഭിലാഷും സാബുമാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ ആൾക്കാരുടെയും പെർഫോമൻസ് വിലയിരുത്തിയുള്ള സംസാരമാണ്. ഒനിലാണെങ്കിൽ ഇപ്പം നോമിനേഷനിൽ വരാത്തതിൻ്റെതായ ഒരു അഹങ്കാരം ഒനിലിൻ്റെ സംസാരത്തിലുണ്ട്. എപ്പം 4 പേര് ചേർന്നിരുന്ന് സംസാരിക്കുന്നിടത്ത് ഒനിലാണ് ഭയങ്കരമായിട്ട് ഡയലോഗുകളൊക്കെ അടിക്കുന്നത്. കാരണം നോമിനേഷനിലില്ലല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യം, എനിക്ക് സപ്പോർട്ട് പുറത്തുണ്ട് എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കണം ഒനിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. 3 പേരും കൂടി ഇരുന്ന് പറയുകയാണ് പോകണമല്ലോ, കളയണം. ഒനിലാണ് കളയണമെന്ന് പറയുന്നത്. അപ്പോൾ ഏതോ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇവിടുന്ന് പറഞ്ഞയക്കണം, നോമിനേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യം പറയുകയാണ്. ഇതിൽ രേണു ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലാണ്. രേണു ചേച്ചി എന്ത് കാണിക്കുന്നത്? രേണുസുതി എന്ത് കാണിച്ചോ കാണിച്ചില്ലയോ, പക്ഷേ ഓഡിയൻസ് സപ്പോർട്ട് ഭയങ്കര വലുതാണ്. ഇതും അതേപോലത്തെ ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഓഡിയൻസിൻ്റെ ഇത്രയും സപ്പോർട്ടിലോട്ട് ഇത് പോയാലുള്ള കാര്യമാണ് ആലോചിക്കുന്നത് എന്ന് അഭിലാഷും ഒനിലും കൂടി പറയുന്നുണ്ട്. ഗെയിം എന്തുവാ എന്ന് ഒനിൽ പറയുന്നുണ്ട്. അപ്പം സാബുമാൻ പറയുകയാണ് ചീർ ലേഡിയാണ്. സാബുമാൻ പറയുന്നുണ്ട് ആൾക്ക് മനസ്സിലായി, ഒന്ന് മാറ്റി പിടിക്കണം എന്നാലേ നടക്കത്തുള്ളൂ. അപ്പം അഭിലാഷ് പറയാണ് പഴയ സീസൺ പോലെ ഒന്നും അല്ല, ഇപ്പം ചീത്തവിളിയൊന്നും നടത്തിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ എല്ലാവരും അതിനെക്കാട്ടി വലിയ ചീത്തവിളി നടത്താൻ കഴിവുള്ള ആൾക്കാരാണ് നിൽക്കുന്നതെന്ന് ഇവർക്ക് തന്നെ മനസ്സിലായി. അപ്പം അതനുസരിച്ച് നിന്നാലല്ലേ പറ്റത്തുള്ളൂ. പഴയ സീസണിലൊക്കെ ചീത്തവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ സീസണിൽ അത് പാടില്ല. അത് ലാലേട്ടൻ പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് അഭിലാഷ് പറയുന്നുണ്ട്.